ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് റെസിൻ ആർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ശിവിഷ് ക്രിയേഷൻസ് എന്നാണ്. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇതുപോലുള്ള റെസിൻ ആർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. എൻ്റെ കസിൻസിൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു സർക്കിൾ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3:1 റേഷ്യോയിൽ റെസിൻ മിക്സ് ചെയ്ത് അതിൽ വൈറ്റ് മൈക്ക പൗഡർ മിക്സ് ചെയ്ത് ഈ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് ഈവനായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തും ആയി കഴിയുമ്പോൾ അത് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കുക. ഒരു 1 ഡേ ഫുള്ള് ഡ്രൈ ചെയ്യണം. ഞാൻ 1 ഡേ ഫുള്ള് ഡ്രൈ ചെയ്തത് ഇതിൽ കാണിക്കുന്നില്ല, പക്ഷെ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷമുള്ള മോൾഡാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 3 സർക്കിൾ ഷേപ്പിലുള്ള ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് ആ മോൾഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ ആ ഫോട്ടോസ് വെക്കാത്ത ഭാഗത്ത് മറ്റേ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ, ഫ്രെയിമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സിൽവർ ഫോയിൽ ഫ്ലേക്സ് റെസിനിൽ മിക്സ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് സിൽവർ ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കറക്റ്റായിട്ട് ലെവലിൽ എത്തിക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലെയർ റെസിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുകയുള്ളൂ. കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റെസിൻ്റെ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ലെയർ റെസിനോടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായി. ഇനി ഇതും നമ്മൾ 1 ഡേ ഡ്രൈ ചെയ്യാൻ വെക്കുക. അങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഉള്ള ഡീമോൾഡിങ് ഔട്ട്പുട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.